യേശു വരാറായി പ്രിയരെ. ഒരുങ്ങിയിട്ടുണ്ടോ? എത്ര പേർ ഒരുങ്ങിയിട്ടുണ്ട്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനേക സഭകളിലും ഞാൻ കണ്ടെടുത്തോളം യേശുവിന് വരവിനെ കുറിച്ച് സംസാരിക്കത്തില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഗുണപ്പെടേണ്ടത് ദേവദാസന്റെ ഭാര്യയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം ജനല് വെച്ച ബ്ലൗസും തലനിറയെ പൂവൊക്കെ വെച്ചോണ്ടാണ് ഇന്നേക്ക് സഭകളിൽ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം വളരെ വേദനയോട് പറയട്ടെ. ഞാനൊരു സഭയ്ക്ക് ചെന്നപ്പോൾ ആ സഭയിൽ കണ്ട ഒരു കാഴ്ച ഞാൻ നിങ്ങളോട് പറയാം. 2000-ഓളം മെമ്പേഴ്സ് ഉള്ള സഭയാ. പക്ഷേ ആ സഭയിൽ തിരുവത്താഴം കൊടുക്കുന്ന ആരാന്നറിയാമോ? സ്ത്രീകളാ. കുറെ സ്ത്രീകൾ, ഒരു 6, 7, 10 സ്ത്രീകൾ, 2000 പേർക്ക് കൊടുക്കണ്ടേ? 10-12 സ്ത്രീകൾ സ്തോത്ര കാഴ്ച എടുത്താല് തിരുവത്താഴം എടുത്തുകൊണ്ട് തിരുവത്താഴത്തിന്റെ ആ വിരുന്ന് ഇത് എടുത്തുകൊണ്ട് ഇങ്ങനെ പോകും. എന്നിട്ട് സഭയിലെ ലോക്കൽ പാസ്റ്റർമാരൊക്കെ നിരന്നിങ്ങനെ മുന്നാടി ഇരിക്കുക. ഈ വായിക്കാൻ സ്ത്രീകളോടാ വായിക്കുന്നത്. ഹല്ലേലൂയ. ലോകം അത്രമാത്രം അതപ്പതിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്റെ പ്രിയ സഹോദരങ്ങളെ. ഹല്ലേലൂയ. എനിക്ക് അനേക സഭകളിൽ സാക്ഷ്യമില്ല, പ്രാർത്ഥനയില്ല, സങ്കീർത്തനം വായനയില്ല. അങ്ങനത്തെ ഒരു ലോകത്തിലാണ് ഇന്നേക്ക് വന്നെത്തിയിരിക്കുന്നത്. കാരണം എന്താ? യേശുവിന്റെ വരവ് സമീപമായി എന്റെ പ്രിയ സഹോദരങ്ങളെ. ആകയാൽ നാം എല്ലാവരും ഒരുങ്ങി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിന്റെ വരവിനായി നാം നാം ഒരുങ്ങി ജീവിക്കണം ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അനേകർക്കും ബ്ലെസ്സിങ്സ് മാത്രം മതി. അനുഗ്രഹം എവിടെ ഉണ്ടോ അവിടെ കയ്യടി ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്നും ഇന്നും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കണ്ടതെല്ലാം വിളിച്ചു പറഞ്ഞാൽ അത് മാത്രം മതി. അതിനാണ് ഇന്നത്തെ കയ്യടിയുള്ളത്. എന്നാൽ വചനത്തിന് മുൻപിൽ താണിരിക്കാൻ, വചനം കേൾക്കുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകെ പ്രിയരെ, ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 21:26 പറയുന്നു, സൂര്യനിലും ചന്ദ്രനിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ലൂക്കോസ് 21 വീണ്ടും പറയുന്നു, ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കി പാർത്തുകൊണ്ട് മനുഷ്യൻ നിർജീവന്മാരായി മാറും. ഹല്ലേലൂയ. പ്രിയരെ, ക്ഷാമവും ഭൂകമ്പവും അവിടെയായി ഉണ്ടാകും. ആകാശത്തിൽ പല കാഴ്ചകൾ ഉണ്ടാകും. എല്ലാവർക്കും അവിടേക്ക് പ്രവേശനം ഉണ്ടോ പ്രിയരെ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും അന്ത്യകാഹളത്തിങ്കൽ ആ ശബ്ദം കേൾക്കുവാൻ കഴിയുമോ പ്രിയരെ? ലൂക്കോസ് 26 വെളിപ്പാട് 21 അതിന് 27 വാക്യത്തിൽ പറയുന്നു, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടെങ്കിലേ അവിടേക്ക് പ്രവേശനമുള്ളൂ എന്ന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ. അപ്പോൾ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത ഒരു വ്യക്തിക്കും അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. പ്രിയ ദൈവമക്കളെ, അശുദ്ധമായവരും യാതൊന്നും മ്ലേച്ഛതയും പോസ്റ്റും പ്രവർത്തിക്കുന്നവനാരും അതിൽ കടക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഗലാത്യ ലേഖനത്തിലുള്ള ലിസ്റ്റ് തന്നെ പറയുന്നു. 5-ാം അധ്യായത്തിന്റെ 19 വാക്യത്തിൽ പറയുന്നു, ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കുത്തം, ഈ വകകൾ പ്രവർത്തിക്കുന്നവർ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്.